ഹലോ, എല്ലാവർക്കും ജസ്റ്റ് ഈസി ലേണിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുഷ്മിത കിരൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശനിയാഴ്ച 17-ാം തീയതി നടന്നിട്ടുണ്ടായിരുന്ന LDC കൊല്ലം കണ്ണൂർ എക്സാമിലെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 109/2024. ഒട്ടും സമയം കളയേണ്ട, ലെറ്റ്സ് ഗോ ടു ആ വീഡിയോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഒരു ബഹുഭുജത്തിന്റെ പുറം കോണുകളുടെ തുക അതിന്റെ അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ്. അങ്ങനെയാണെങ്കിൽ ആ ബഹുഭുജത്തിന് എത്ര കോണുകളുണ്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് നമ്പർ ഓഫ് സൈഡ്സ് ആണ് കാണണ്ടേ. അപ്പൊ നോക്കിക്കേ, നമുക്കറിയാം പുറം കോണുകളുടെ തുക എപ്പോഴും എക്സ്റ്റീരിയർ ആംഗിളിന്റെ തുക എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രിയാണ്. ഇതെന്താന്നാ പറഞ്ഞേക്കുന്നേ? അകം കോണുകളുടെ തുകയുടെ ഇരട്ടിയാണെന്നാ പറഞ്ഞേക്കുന്നേ. 360 എന്ന് പറയുന്നത് 180ന്റെ ഇരട്ടിയല്ലേ? ശരിയല്ലേ? 180ന്റെ ഇരട്ടിയാണ് 360. അകം കോണുകളുടെ തുകയുടെ ഇരട്ടിയാണ് പുറം കോണുകളുടെ തുക. ഏത് ബഹുഭുജത്തിന്റെ അകം കോണുകളുടെ തുകയാണ് 180? നമുക്കറിയാം ട്രയാങ്കിളിന്റെ ആണല്ലേ. ട്രയാങ്കിളിന് 3 വശങ്ങളുണ്ട്. 3 ആംഗിളുകളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. നമുക്കറിയാം. സോ 180 ഡിഗ്രിയാണ് ഇന്റേണൽ ആംഗിൾ വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബഹുഭുജത്തിന് എത്ര വശങ്ങൾ ഉണ്ടാവണം? 3 വശങ്ങൾ ഉണ്ടാവണം. നമുക്ക് ചെയ്ത് നോക്കാതെ തന്നെ ആൻസർ പറയാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു അല്ലേ. അപ്പൊ ആൻസർ എത്രയാണ്? 3 സൈഡ്സ് എന്നാണ് കിട്ടുക കേട്ടോ. അപ്പൊ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 360 എന്ന് പറയുന്നത് ഏതോ ഒരു സംഖ്യയുടെ ഇരട്ടിയാണ്. നമുക്കറിയാം 180ന്റെ ഇരട്ടിയല്ലേ 360. അപ്പൊ 180 ഗുണം 2 ആണ് 360. നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഇനി എന്താ നോക്കണ്ടേ? ഏത് ബഹുഭുജത്തിന്റെ ഇന്റേണൽ ആംഗിളുകൾ തമ്മിൽ കൂട്ടുമ്പോൾ 180 കിട്ടും? നമുക്കറിയാം ട്രയാങ്കിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 3. അടുത്ത ചോദ്യം: 12 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ അകക്കോണുകളുടെ തുക എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. അകക്കോണുകളുടെ തുക കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? 180 ഗുണം n-2 അല്ലെ. 180 ഗുണം n-2 ചെയ്താൽ നമുക്ക് അകം കോണുകളുടെ തുക കിട്ടും. ഇനി 180 ഗുണം n-2. ഇപ്പൊ n-ന്റെ വാല്യൂ നമുക്ക് എത്രയാ തന്നേക്കുന്നത്? 12 വശങ്ങളുള്ള ഒരു ബഹുഭുജം എന്നാ തന്നിരിക്കുന്നത്. n-ന്റെ വാല്യൂ എത്രയാ? 12. 12 മൈനസ് 2 ഗുണം 180 ചെയ്യുക. അപ്പൊ 180 ഗുണം 12ന്റെ 2 പോയാൽ 10. ആൻസർ എത്ര വന്നു? 1800 എന്ന് വന്നു. കണ്ടോ? ആൻസർ ഇവിടെ ഏതാണ്? ഓപ്ഷൻ സി 1800. അടുത്ത ചോദ്യം: 2, 5, 8 എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് 2500 എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നോക്കിക്കേ, 2, 5, 8 അങ്ങനെ പോയിട്ട് ഏതോ ഒരു വാല്യൂ നമുക്ക് കിട്ടും. അതിന്റെ വർഗം എത്രയാ? 2500. അപ്പൊ ആലോചിച്ച് നോക്കിക്കേ, 2500 എന്ന് പറയുന്ന ഏത് സംഖ്യയുടെ വർഗമാണ്? 50ന്റെ വർഗം അല്ലേ. കാരണം എന്താ? 5ന്റെ വർഗം 25, 0ന്റെ വർഗം 2 0. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 2500 എന്ന് കിട്ടി. അപ്പൊ അവസാനത്തെ വാല്യൂ ഏതായിരിക്കണം? 50 ആയിരിക്കണം. അപ്പൊ നമുക്കൊരു ശ്രേണി കിട്ടി അല്ലേ. 2, 5, 8 എന്ന് തുടങ്ങി 50ൽ അവസാനിക്കുന്ന ഒരു ശ്രേണി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് 2500. ഈ 50ാമത്തെ പദത്തിന്റെ സ്ഥാനമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് 1ാമത്തെ പദം, ഇത് 2, ഇത് 3. അങ്ങനെയാണെങ്കിൽ 50 എന്ന് പറയുന്നത് എത്രാമത്തെ പദമാണ്? നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇതെന്താണ്? ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ, AP ആണ് അല്ലേ. സമാന്തര ശ്രേണി. 2ോടൊപ്പം 3 കൂട്ടിയാൽ 5, 5നോടൊപ്പം 3 കൂട്ടിയാൽ 8, വീണ്ടും 8ന്റെ കൂടെ 3 കൂട്ടുന്നതായിരിക്കും അടുത്ത പദം. അപ്പൊ പൊതുവ്യത്യാസം ഇവിടെ എത്ര വന്നു? 3 എന്ന് വന്നു. അവസാനത്തെ പദം നമുക്കറിയാം എത്രയാണ്? 50. ആദ്യത്തെ പദം നമുക്കറിയാം എത്രയാണ്? 2. ആദ്യത്തെ പദവും അറിയാം, അവസാനത്തെ പദവും അറിയാം, പൊതുവ്യത്യാസവും അറിയാമെങ്കിൽ വളരെ എളുപ്പത്തിൽ എന്ത് കാണാം? സ്ഥാനം കണ്ടുപിടിക്കാം. അപ്പൊ an is equal to a plus n-1 into d നമ്മുടെ സമാന്തര ശ്രേണിയിലെ ബേസിക് ഇക്വേഷൻ ആണ് അല്ലേ. an എന്ന് പറഞ്ഞാൽ a plus n-1 into d. an അവസാനത്തെ പദം 50. എയുടെ വാല്യൂടെ എത്രയാ? 2 പ്ലസ് n-ന്റെ വാല്യൂ എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ എന്തിട്ടു? n-1 എന്ന് തന്നെ ഇട്ടു. പൊതുവ്യത്യാസം ഇവിടെ എത്രയായിരുന്നു? 3 ആയിരുന്നു. ഈ 2നെ ഇങ്ങോട്ട് വിട്ടൂടെ. അപ്പൊ +2 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? -2 ആകും. 50ൽ നിന്ന് 2 കുറച്ചാൽ 48. അപ്പൊ 48 എന്ന് പറയുന്നത് n-1 into 3ക്ക് തുല്യമാണ്. ഇവിടെ into 3 ആണേ. ഇതിനെ ഇപ്പുറത്തേക്ക് വിട്ടാൽ എന്താവും? ഹരണമായിട്ട് പോവില്ലേ?
ഗുണനം അപ്പുറത്തെ സൈഡിൽ പോകുമ്പോൾ ഹരണമാകും, ഹരണം ഓപ്പോസിറ്റ് സൈഡിൽ പോയാൽ ഗുണനമാകും, പ്ലസ് ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ആകും, മൈനസ് ആണെങ്കിലോ പ്ലസ് ആകും. എപ്പോഴും സൈനുകൾ തമ്മിൽ മാറും കേട്ടോ. അപ്പോൾ ഈ ഇൻറ്റു 3 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ 3 ആയിട്ട് മാറും. 48നെ 3 ഹരിച്ചാൽ എന്ത് കിട്ടും? 16 എന്ന് കിട്ടും കേട്ടോ. 16 16 ഗുണം 3 ആണ് 48. അപ്പം നമുക്ക് എന്ത് കിട്ടി? 16 ഈസ് ഈക്വൽ ടു n-1 എന്ന് കിട്ടി. എന്നിൽ നിന്നും 1 കുറച്ചാൽ 16. അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ വില എത്രയാ? 17 അല്ലേ? 17ൽ നിന്ന് 1 കുറച്ചാലല്ലേ 16 കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഈ 1നെ ഇപ്പുറത്തേക്ക് വിടുക. അപ്പോൾ 16 + 1 17 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഫൈൻ. പെന്നിൻ്റെ വാല്യൂ എത്രയാണ്? 17. കണ്ടോ? ഇത്രയും സ്റ്റെപ്പൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ എന്ത് എഴുതാം? n എന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂ ഒക്കെ അങ്ങ് ഇട്ട് കൊടുത്ത് നേരെ നമുക്ക് 2 സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. അപ്പോൾ എടുത്ത് അങ്ങ് എഴുതുന്നതുകൊണ്ട് 2-3 സ്റ്റെപ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നതേ ഉള്ളൂ. ഫൈൻ. അപ്പം ആൻസർ എത്രയാണ്? 17. അടുത്ത ചോദ്യം. 8% വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 25,000 രൂപ നിക്ഷേപിച്ചാൽ 2 വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന പലിശ എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് 2 രീതിയിൽ ചോദ്യം ചെയ്യാം. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് എന്താണ്? എത്ര രൂപ നിക്ഷേപിച്ചു? 25,000 രൂപ നിക്ഷേപിച്ചു. ഇൻറ്റു എത്ര വർഷത്തേക്ക്? 2 വർഷത്തേക്ക്. പലിശ തന്നിട്ടുണ്ട് എത്രയാണ്? നമുക്ക് 8% വാർഷിക പലിശ. അപ്പോൾ 8% ആണെങ്കിൽ 100നോടൊപ്പമായി 8ഉം കൂടെ കൂട്ടി എഴുതണം. ഓക്കെ. കൂട്ടുപലിശയാണെങ്കിലുള്ള പ്രത്യേകത എന്താണ്? എത്രയാണോ പലിശ നമ്മൾ 100നോടൊപ്പം കൂട്ടി വേണം എഴുതാൻ. 108, 110, 112. ഫൈൻ. ഇനി എത്ര വർഷം? 2 വർഷമാണ് ഇതിന് 2 തവണ ഗുണിക്കുക. 3 വർഷമാണ് ഇതിന് 3 തവണ ഗുണിക്കുക. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ 25,000 ഗുണം 108/100 ഗുണം 108/100 വെട്ടാലോ? ഈ 2 സീറോയും ഈ 2 സീറോയും വെട്ടാം. ഈ ഒരു സീറോയും ഈ ഒരു സീറോയും വെട്ടാം. ഇനി 25ഉം 10ഉം കൂടെ വെട്ടിക്കൂടെ? 5 ഗുണം 2 10, 5 ഗുണം 5 25. 108ഉം 108ഉം കൂടെ നമുക്ക് ഈസി ആയിട്ട് ഗുണിക്കാം അല്ലേ? എങ്ങനെയാണ് ഗുണിക്കുക? നമുക്കൊരു ട്രിക്ക് അറിയാം. 100ൽ നിന്നും എത്ര കൂടുതലാണ്? 8 കൂടുതലാണ്. 100ൽ നിന്നും എത്ര കൂടുതലാണ്? 8 കൂടുതലാണ്. 8 ഗുണം 8 ചെയ്യുക 64. ചെരിച്ചു കൂട്ടുക. എങ്ങോട്ട് വേണേലും കൂട്ടാം കേട്ടോ. ചെരിച്ച് കൂട്ടുക. 108 + 8 116. അപ്പോൾ നമുക്ക് ആൻസർ എത്ര വന്നു? 11664 എന്ന് കിട്ടി. ഇത് രണ്ടും കൂടെ ഗുണിച്ചപ്പോൾ ഉള്ള വാല്യൂ ആണിത്. ഇനി അവിടെ എന്താ ബാക്കിയുള്ളത്? ഒരു ഡിവൈഡഡ് ബൈ 2 ഉണ്ട്, ഒരു ഇൻറ്റു 5 ഉണ്ട്. ഇനി നമുക്കിതിനെ ഹരിക്കാമല്ലോ. 2 1 2, 2 ഗുണം 5 10 പോയിട്ട് ശിഷ്ടം 1, 1 6 കൂടെ 16 എന്ന് വായിക്കുക. 8 ഗുണം 2 16, 6, 3 ഗുണം 2 6, 2 ഗുണം 2 4. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. 5 2 10 ശിഷ്ടം 1, 5 3 15 ശിഷ്ടം 1 16 ശിഷ്ടം 1, 8 5 40 40 1 41 ശിഷ്ടം 4, 5 5 25 25 4 29. കണ്ടോ? നമ്മൾ നിക്ഷേപിച്ചത് 25,000 രൂപ. 2 വർഷം കഴിഞ്ഞ് നമുക്ക് കിട്ടിയത് എത്രയാ? 29,160 രൂപ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പലിശ എത്രയാ? രണ്ടും കൂടെ കുറച്ചാൽ പോരെ? 29,160 നിന്നും 25,000 കുറയ്ക്കുക. പോയിട്ട് ശിഷ്ടം നമുക്ക് എത്ര വന്നു? 4,160 രൂപ. ഇതാണ് നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുന്ന രീതി. ഇനി വേറെ രീതി ഉണ്ട്, അതും കൂടെ പറഞ്ഞുതരാം. 25,000 രൂപയല്ലേ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തേ? ഇത് എഴുതി 25,000. എത്ര ശതമാനം ആദ്യത്തെ വർഷത്തെ പലിശ? 8% ആണ്. നമ്മൾ 25,000ന്റെ 8% കാണുക. ഇത് ഞാൻ കണ്ടുപിടിച്ചു. 25,000ന്റെ 8. ഒരു സീറോ ഇവിടെ ഉണ്ട്. പിന്നെ എത്രയാ? 5 ഗുണം 8 40 ശിഷ്ടം 4, 8 ഗുണം 2 16, 16 4 20. 2,000 രൂപ എന്ന് എനിക്ക് കിട്ടി. ഓക്കെ. ഇത് ഒന്നാമത്തെ വർഷം. രണ്ടാമത്തെ വർഷം ആകുമ്പോൾ ഈ 2,000ന്റെ 8% കാണുക. 2,000ന്റെ 8% കാണാമല്ലോ. ഈ 2 സീറോ ഈ 2 സീറോ പോയി. 8 ഗുണം 2 16, ഒരു സീറോയും കൂടെ ഉണ്ട്. അപ്പം 160 രൂപ എന്ന് കിട്ടി. ഇനി ഒന്നാമത്തെ 2 വർഷം ആണെങ്കിൽ 2:1 എന്നുള്ള റേഷ്യോയിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 2 വർഷം ആണെങ്കിൽ 2:1 എന്നുള്ള റേഷ്യോയിലാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 2000 × 2 160 × 1 ചെയ്യാമല്ലോ.
അപ്പം എത്ര കിട്ടി? 2 2 4, 4000 എന്ന് കിട്ടി. 160 ഗുണം 1 160. ഇത് രണ്ടും കൂടെ കൂട്ടുന്നതായിരിക്കും നമ്മുടെ പലിശ. 4000 160 കൂടെ കൂട്ടിയാൽ എത്ര വരും? 4160. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതാണ് നമ്മൾ ട്രിക്ക് യൂസ് ചെയ്ത് ചെയ്യുന്ന രീതി കേട്ടോ. അപ്പോൾ 2 വർഷമാണെങ്കിലുള്ള റേഷ്യോ 2:1 ആണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. മൾട്ടിപ്ലൈ ചെയ്യുക, കൂട്ടുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ വാല്യൂ കണ്ടുപിടിച്ച് എഴുതണം ആദ്യം. അതിന് ശേഷമേ ഈ 2:1 ഗുണിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോവും. ഓക്കെ, അപ്പം ആൻസർ ഇവിടെ 4160. അടുത്ത ചോദ്യം. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യാം? 2 2 4, 4 1 5, 5/2 എന്ന് നമുക്ക് എന്ത് ചെയ്യാം? മിക്സഡ് ഫ്രാക്ഷനെ സാധാരണ ഭിന്നസംഖ്യയാക്കി എഴുതാം. ഇനി അവിടെ ഒരു വർഗ്ഗമുണ്ട്, അത് മറന്നു പോകരുത്. മൈനസ് ഇവിടെ അങ്ങനെ തന്നെ ഗുണിക്കാമല്ലോ. 2 1 2, 2 + 1 3, 3/2. താഴത്തെ സാധനം അങ്ങനെ തന്നെ എഴുതണേ, മറന്നു പോകരുത്. ഇനി എന്ത് ചെയ്യാം? സ്ക്വയർ ചെയ്യാം. 5 5 25 ബൈ 2 2 4, 3 3 9, 2 2 4. 25 നിന്ന് 9 കുറയ്ക്കാം, കാരണം രണ്ടുപേരുടെയും ഡിനോമിനേറ്റർ സെയിം ആണ്, ഛേദം സെയിം ആണ്. ഇപ്പം 25 നിന്ന് 9 കുറച്ചാൽ 16. 16/4 എത്ര വന്നു? 4 എന്ന് വന്നു. നമ്മുടെ ഉത്തരം എത്രയാണ്? 4 ആണ് കേട്ടോ. അപ്പം ഇവിടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം. 1 × 2, 2 × 3, 3 × 4 അങ്ങനെ പോകുന്ന ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുകയാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. പക്ഷെ ട്രിക്കി ചോദ്യമാണ്. നമ്മൾ 2 ഇക്വേഷൻ ഉപയോഗിച്ചാണ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണെന്നല്ലേ? 1 × 2 എത്രയാ? 2. 3 × 2 എത്രയാ? 6. 3 × 4 എത്രയാ? 12. ഇങ്ങനെയല്ലേ പോകുന്നേ? ഇതിനെ എനിക്ക് ഒന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കൂടെ? 2 എന്ന് പറഞ്ഞാൽ 1ന്റെ വർഗത്തിനോടൊപ്പം 1 കൂട്ടിയാൽ 2. 2ന്റെ വർഗം എത്രയാ? 4. 4ന്റെ കൂടെ 2 കൂട്ടിയാൽ 6. ഇനി അടുത്ത 3ന്റെ വർഗം എത്രയാ? 9. 9ന്റെ കൂടെ 3 കൂട്ടിയാൽ 12. അങ്ങനെയാണെങ്കിൽ അടുത്ത ടേം ഏതായിരിക്കും? 4ന്റെ വർഗത്തിനോടൊപ്പം 4 കൂട്ടിയാൽ അടുത്ത ടേം കിട്ടും. ഇതുപോലെ സ്ക്വയേഴ്സും നമ്പേഴ്സും ഒരുമിച്ച് വന്നാൽ സെപ്പറേറ്റ് ആയിട്ട് രണ്ടുപേരുടെയും തുക കണ്ട് അങ്ങ് കൂട്ടിയാൽ മതി, എളുപ്പം ആൻസർ കിട്ടും. അപ്പം എങ്ങനെയാണെന്ന് നോക്കിയാലോ? വർഗങ്ങളുടെ തുക നമുക്ക് ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് പിന്നെ നമ്പറുകളെല്ലാം കൂടെ എഴുതാമല്ലോ. 1 + 2 + 3 + 4 + എക്സെട്ര. അങ്ങനെ ആദ്യത്തെ 10 പദങ്ങളുടെയാണ് നമുക്ക് എന്ത് കാണണ്ടേ? തുക കാണണ്ടേ. ഇപ്പൊ സ്ക്വയറുകളെ എല്ലാം ഒരുമിച്ച് എഴുതി, നമ്പറുകളെല്ലാം ഒരുമിച്ച് എഴുതി, നടുക്ക് പ്ലസ്സും ആയിട്ട് കൊടുത്തേക്കുന്നത് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. രണ്ടുപേരുടെ ഇക്വേഷൻ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതാമല്ലോ. സ്ക്വയേഴ്സിന്റെ തുക കാണാനുള്ള നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. n × n + 1 × 2n + 1/6 പഠിക്കണം കേട്ടോ. അപ്പൊ വർഗങ്ങളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n × n + 1 × 2n + 1/6 കണ്ടാൽ നമുക്ക് വർഗങ്ങളുടെ തുക കിട്ടും. പ്ലസ് ഇനി സാധാരണ നമ്മുടെ നമ്പേഴ്സിന്റെ തുക കാണുന്നത് എങ്ങനെ? ആദ്യത്തെ പദം 1, രണ്ടാമത്തെ പദം 2, മൂന്നാമത്തെ പദം 3. അങ്ങനെയാണെങ്കിൽ 10ാമത്തെ പദം ഏതായിരിക്കണം? 10 ആയിരിക്കണം അല്ലേ? 10ാമത്തെ പദം 10. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? n/2 × a. ഒന്നാമത്തെ പദം ഏതാണ്? 1 പ്ലസ് 10ാമത്തെ പദം ഏതാണ്? 10. n/2 × a + l. ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ചെയ്യുക. n/2 ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? തുക കിട്ടും. നമ്മൾ ഇതിന് മുന്നേ കുറേ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ആദ്യത്തെ പദവും അവസാനത്തെ പദവും അറിയാമെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? n/2 × a + l ചെയ്താൽ മതി. a എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പദം, l എന്ന് പറഞ്ഞാൽ അവസാനത്തെ പദം. ഇനി നമുക്ക് n-ന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കാം? 10 എന്നിടാം. 10 ഗുണം 10 1 11 ഗുണം ഇനി 10 ഗുണം 2 എത്രയാ? 20. 20 ഒന്നും കൂടെ കൂട്ടിയാൽ 21 ഡിവൈഡഡ് ബൈ 6 പ്ലസ് n-ന്റെ വാല്യൂ 10 ആണ്. 10/2 ഗുണം 10 1 11. ശരിയായല്ലോ. നമുക്കൊന്ന് വെട്ടി ചെറുതാക്കാം. 6. 3 ഗുണം 2 ആണ് 6. 3 ഗുണം 7 ആണ് 21. 2 ഗുണം 1 2, 2 ഗുണം 5 10. ഇവിടെ വെട്ടാലോ. 2 ഗുണം 1 2, 2 ഗുണം 5 10. നമുക്ക് എന്ത് ചെയ്യാം? വളരെ എളുപ്പത്തിൽ ഇത് സോൾവ് ചെയ്യാം അല്ലേ? ഒന്നെങ്കിൽ 5/11 നിങ്ങൾക്ക് കോമൺ എടുക്കാം. ഇവിടെ എന്താണ്? 11 ഗുണം 5 55. ഇവിടെ എന്താണ്? 11 ഗുണം 5 55. അപ്പം നമുക്ക് 55 കോമൺ ആക്കി പുറത്തേക്ക് എടുക്കാം. ഇവിടെ ബാക്കി ഒരു 7 ഉണ്ട്. പ്ലസ് ഇവിടെ എന്താ ഇനി ബാക്കി? 1 അല്ലേ ഉള്ളൂ? 1. അപ്പം 7 1 എത്രയാ? 8.
55 ഗുണം 8 ചെയ്താൽ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നേരിട്ട് 55 ഗുണം 6 ചെയ്യാം, അതിനോടൊപ്പം 55 കൂട്ടുക. എങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും. അപ്പൊ ഞാനത് ഇങ്ങോട്ടൊന്ന് റീറൈറ്റ് ചെയ്തിട്ടുണ്ട്. 5 ഗുണം 11 എത്രയാണ്? 55. 55 ഗുണം 7 ചെയ്യാം. 55 ഗുണം 7 പ്ലസ് 55 എന്ന് എഴുതാമല്ലോ. 55 ഗുണം 7, 7 5 35 ശിഷ്ടം 3. 7 5 35, 35 3 എത്രയാണ്? 38. 385 പ്ലസ് 55 എന്ന് കിട്ടി. 5 5 10 ശിഷ്ടം 1. 8 5 എത്രയാണ്? 8 4 12. ഒന്നുകൂടെ കൂട്ടിയാൽ 13. 13 1 14 ശിഷ്ടം 1. 3 1 4. 440 ആണ് നമ്മുടെ ഉത്തരം. ഇച്ചിരി സ്റ്റെപ്പൊക്കെ ഉണ്ട് അല്ലേ? 2-3 സ്റ്റെപ്പിലൊക്കെ ചെയ്യേണ്ട ഒരു ചോദ്യമായിരുന്നു. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി? 440 എന്ന് കിട്ടി. ഫൈൻ. അടുത്ത ചോദ്യം. ഒരു ചതുർഭുജത്തിന്റെ കോണളവുകൾ 1:2:3:4 എന്ന അംശബന്ധത്തിലാണ്. അങ്ങനെയാണെങ്കിൽ വലിയ കോൺ ഏത്? ഇവിടെ നമുക്കറിയാം വലിയ സംഖ്യയായിരിക്കും വലിയ കോണിനെ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 4 ആണ് അല്ലേ? അപ്പൊ 4 എന്ന് എഴുതുക. ഡിവൈഡഡ് ബൈ എല്ലാ റേഷ്യോയും കൂടെ കൂട്ടിക്കേ. 4 3 7, 7 1 8, 8 2 10. 4/10 എന്ന് എഴുതി. ഏറ്റവും ചെറിയ കോണാ ചോദിച്ചിരുന്നെങ്കിലോ 1/10 എന്ന് എഴുതിയേനെ. ഇത്രയേ ഉള്ളൂ. ഇനി ഇൻറ്റു ചതുർഭുജം. ചതുർഭുജം എന്ന് പറഞ്ഞാൽ എന്താണ്? 4 കോണുകളുള്ള ഒരു സാധനം. അതാണ് നമ്മുടെ പോളിഗൺ ആണ് നമ്മുടെ ചതുർഭുജം എന്ന് പറയുന്നത്. ഒരു ചതുർഭുജത്തിന്റെ ആംഗിളുകൾ തമ്മിൽ കൂട്ടിയാൽ എപ്പോഴും എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും കേട്ടോ. 4 ആംഗിളും കൂട്ടി വരുമ്പോൾ എത്രയേ വരുള്ളൂ? 360 ഡിഗ്രി എന്നേ വരത്തുള്ളൂ. അപ്പൊ നമുക്ക് ടോട്ടൽ സം ഓഫ് ആംഗിൾ അറിയാം. എത്രയാണ്? 360. അപ്പൊ ഏത് ആംഗിൾ ആണോ കാണണ്ടേ അത് എഴുതുക. എല്ലാ ആംഗിളും കൂടെ കൂട്ടുക, അത് അങ്ങോട്ട് എഴുതുക. ടോട്ടൽ സമ്മുമായിട്ട് ഗുണിക്കുക. 0 പോയി 0 പോയി. ഇനി 6 4 24 ശിഷ്ടം 2. 4 3 12, 12 2 14. 144 ഡിഗ്രിയാണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം. ഒരു സംഖ്യയോട് 1 കൂട്ടിയതിന്റെ വർഗമൂലത്തിന്റെ വർഗമൂലം 3 ആയാൽ സംഖ്യ ഏത്? ഒരു സംഖ്യ x എന്ന് വിളിച്ചു, അതിനോടൊപ്പം എത്ര കൂട്ടി? 1 കൂട്ടി നമ്മൾ. പിന്നെ എന്ത് ചെയ്തു? വർഗമൂലം എടുത്തു. അതിനുശേഷം വീണ്ടും വർഗമൂലം എടുക്കുക. അപ്പൊ നമുക്ക് ഉത്തരം എത്ര കിട്ടി? 3 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏത്? വർഗമൂലം കളയണമെങ്കിൽ എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്താൽ മതി കേട്ടോ. ഇവിടെ ഞാൻ വർഗം എടുത്താൽ ഈ വർഗവും വർഗമൂലവും വെട്ടിപ്പോ. ഇപ്പുറത്ത് വർഗം എടുത്താൽ ഇവിടെ എന്ത് ചെയ്യണം? വർഗം എടുക്കണം. ഫൈൻ. അപ്പൊ ഇത് രണ്ടും വെട്ടിപ്പോയി. പിന്നെ നമുക്ക് എന്തേ ഉള്ളൂ ഇനി ഇവിടെ? √x+1 മാത്രമേ ഉള്ളൂ. 3 × 3 എത്രയാ? 9. 3ന്റെ വർഗം എന്ന് പറഞ്ഞാൽ 3നെ 2 തവണ ഗുണിക്കുക. ഇനി ഒരു സ്ക്വയർ റൂട്ടും കൂടി ഇല്ല, അതോടെ കളയണ്ടേ? വീണ്ടും സ്ക്വയർ ചെയ്യുക. അപ്പുറത്തും സ്ക്വയർ ചെയ്യാൻ മറന്നു പോകരുത്. ഇനി അപ്പം നമുക്ക് എന്ത് കിട്ടി? x+1 എന്ന് കിട്ടി. ഇത് രണ്ടും വെട്ടിപ്പൊക്കോളും. x+1 എന്ന് കിട്ടി. അത് എന്തിന് തുല്യമാണ്? 9ന്റെ വർഗം 81. 81ന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില എത്രയായിരിക്കും? 81 - 1 ചെയ്യുക. +1 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? -1. 81 1 കുറച്ചാൽ 80. ഇവിടെ ഉത്തരം എത്ര വന്നു? 80 എന്ന് വന്നു. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം. ഒരു വൃത്തസ്തൂപികയുടെ ആരം 2 മടങ്ങും ഉന്നതി 3 മടങ്ങും വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങായി വർദ്ധിക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ആരം റേഡിയസ് എത്രയായി? 2 മടങ്ങായി. 2r ആയിട്ട് മാറി. ഉന്നതി 3 മടങ്ങ്, ഹൈറ്റ് എന്ന് പറയുന്നത് 3 മടങ്ങായിട്ടും മാറി. അങ്ങനെയാണെങ്കിൽ വ്യാപ്തം എത്ര മടങ്ങ് വർദ്ധിക്കും? വോളിയം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം വോളിയം ഓഫ് എ കോൺ എത്രയാണ്? 1/3 πr²h ആണ് അല്ലേ? 1/3 πr²h. ഈ r എന്ന് പറയുന്നത് എത്രയായിട്ട് മാറി? 2r ആയിട്ട് മാറി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 2r² എന്ന് എഴുതാം. h എത്രയായിട്ട് മാറി? 3h ആയിട്ട് മാറി. അപ്പൊ 3h എന്ന് എഴുതിക്കോ. 1/3 π × 2 × 2 എത്രയാ? 4. 4r² × 3h എന്ന് കിട്ടി. ഈ 4ഉം 3ഉം കൂടെ ഗുണിച്ചോ. 4ഉം 3ഉം 12. അപ്പൊ 12നെ ഞാൻ ഫ്രണ്ടിലോട്ട് എഴുതി. ബാക്കി എല്ലാവരും കൂടെ ഒരുമിച്ച് എഴുതിക്കോ. 1/3 πr²h എന്ന് എഴുതി. ബാക്കി അതല്ലേ ഉള്ളൂ. 1/3 πr²h. ശരിയല്ലേ? ഇനി എന്ത് ചെയ്യാം? 1/3 πr²h എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ വോളിയം ആയിരുന്നു. അപ്പൊ വോളിയം എത്ര മടങ്ങ് കൂടി? 12 മടങ്ങ് കൂടി. കണ്ടോ? അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ എത്രയാണ്? 12.
മനസ്സിലായോ? തന്നിരിക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ഗുണിക്കുക, ആൻസർ അങ്ങോട്ട് എഴുതുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഉത്തരം ഇവിടെ 12, ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കിക്കേ. നമുക്കൊരു ഇമേജ് തന്നിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു, സർക്കിളിൽ നിന്ന് ചോദിച്ചതാണ്. ചിത്രത്തിൽ ACB എന്നുള്ള ആർക്കിനെ കുറിച്ചാണ് പറയുന്നത്. നോക്കി, ACB, അതായത് ഈ മൊത്തത്തിലുള്ള ഈ ഒരു ഭാഗം കണ്ടോ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ. ഈ ഫുള്ളായിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 260 ഡിഗ്രി. ഇത് മൊത്തത്തിൽ 260 ഡിഗ്രി ആണ്. ഓക്കെ, ഇത് മൊത്തത്തിൽ 260 ഡിഗ്രി ആണെങ്കിൽ ഈ ബാക്കിയുള്ള ഭാഗം എത്രയായിരിക്കും? മൊത്തത്തിൽ 360 ഡിഗ്രിയാണ്. നമുക്കറിയാം സെൻട്രലിലെ ഒരു കുത്തുണ്ടെങ്കിൽ അതിന് ചുറ്റുമുള്ള ആംഗിൾ എത്രയാ? 360 ഡിഗ്രി. ഈ അപ്പുറത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 260. അങ്ങനെയാണ് ഈ ബാക്കിയുള്ളത് എത്രയായിരിക്കണം? 100 ആയിരിക്കണ്ടേ? 260നോടൊപ്പം 100 കൂട്ടിയാലാണ് 360 കിട്ടുന്നത്. സോ നമുക്ക് 100 ഡിഗ്രി ആണെന്ന് മനസ്സിലായി. നമ്മളോട് ചോദിച്ചേക്കുന്നത് ACBയുടെ ആംഗിൾ എത്ര? ACB, ഈ ആംഗിൾ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ടല്ലോ, ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് മറ്റെവിടെ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെയും ഇരട്ടിയായിരിക്കും. ഇവിടെ ഇപ്പം 100 ഡിഗ്രി ഉണ്ടെങ്കിൽ ഇത് എത്രയേ വരുള്ളൂ? 50 ഡിഗ്രിയേ വരുള്ളൂ. ഇത് 200 ഡിഗ്രി ആണെങ്കിൽ ഇത് 100 ഡിഗ്രി. അപ്പോൾ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും ഇരട്ടിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് 100 ആയതുകൊണ്ട് തന്നെ ഇത് എത്രയായിരിക്കണം? 50 ആയിരിക്കണം. നമ്മുടെ ആൻസർ എത്ര വന്നു? 50 ഡിഗ്രി എന്ന് വന്നു. കണ്ടോ? അപ്പം അത് നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ. അപ്പോൾ ഇന്നത്തെ ചോദ്യ പേപ്പർ സത്യം പറഞ്ഞാൽ ഉണ്ടാക്കിയ ആൾക്കിട്ട് 2 അടി വെച്ച് കൊടുക്കണം കേട്ടോ. കാരണം ഒരേ ഭാഗത്തു നിന്ന് റിപ്പീറ്റ് ആയിട്ട് ഒരുപാട് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബഹുഭുജങ്ങൾ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് 3-4 ചോദ്യങ്ങളാണ് വന്നത് അല്ലേ. അപ്പോൾ ഒരേ ഭാഗം മിസ് ചെയ്തിട്ടുള്ള കുട്ടികൾ, ഇപ്പോൾ ആ ചാപ്റ്റർ പഠിക്കാതെ പോയ കുട്ടികൾക്ക് ഒരുപാട് നഷ്ടം ഉണ്ടായി കാണും, ഒത്തിരി മാർക്ക് പോയി കാണും. അത് മാത്രമല്ല, നമ്മുടെ മാത്സിലും മെൻ്റൽ എബിലിറ്റിയിലും എന്തുമാത്രം ടോപ്പിക്സാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്നൊന്നും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. സ്ഥിരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് കരുതി കുട്ടികൾ പഠിക്കുന്ന ഭാഗം ഒക്കെ തന്നെ ഒമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരേ ഭാഗത്ത് നിന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. സത്യം പറഞ്ഞാൽ എക്സാം എളുപ്പമായിരുന്നു വെച്ചാൽ എളുപ്പമായിരുന്നു, പക്ഷേ ഈ ഒരേ റെപ്പറ്റീഷൻ ഒഴിവാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ എഴുതിയ കുട്ടികൾ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ 1-2 ചോദ്യം കാൽക്കുലേഷൻ കുറച്ച് കൂടുതൽ എടുക്കുന്ന ക്വസ്റ്റ്യൻസും ആയിരുന്നു. നമ്മുടെ ഫസ്റ്റ് ഫേസിനെ അപേക്ഷിച്ച് സെക്കൻഡ് ഫേസ് എന്താണെങ്കിലും ഭയങ്കര വ്യത്യാസമായിരുന്നു. നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്ത രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും തന്നെ അല്ല വന്നത്. ഇനി അടുത്ത ഫേസ് എങ്ങനെയായിരിക്കും നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാനും സാധിക്കില്ല. ഒരു പക്ഷേ ഒന്നാമത്തെ പാറ്റേൺ ഫോളോ ചെയ്യുന്ന രീതിയിലാവാം. അപ്പം എന്താണെങ്കിലും ഈ 2 പരീക്ഷകളിലും ആവർത്തിച്ച് വന്ന എല്ലാ ചോദ്യങ്ങളും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം അടുത്ത ഫേസിലെ കുട്ടികൾ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുമായിട്ട് അനുബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്തതിന് ശേഷം മാത്രം എക്സാമിന് പോവുക. ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് തന്നത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.